130 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 3 മാസത്തിനിടയ്ക്ക് ഈ അർജന്റീന ടീം ഇവിടെ എത്താനുള്ള എത്ര കണ്ട് സാധ്യതയുണ്ട്? ഈ കമ്മ്യൂണിക്കേഷൻ ഇനി സുഗമമായി പോകാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? സൈഫു, മന്ത്രി പറയുന്നുണ്ട് കേരള സർക്കാരിന് അല്ലെങ്കിൽ ഈ ഒരു കേരള ഗവൺമെന്റിന് എഫ് എ ആയിട്ട് ഒരു കരാറുമില്ല, അല്ലെങ്കിൽ കരാർ ഒപ്പിട്ടത് സ്പോൺസറാണ് എന്നൊക്കെ പറയുമ്പോഴും മന്ത്രി കൃത്യമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിന് ഈ സ്പോൺസറാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ മന്ത്രി എന്തിന് സ്പെയിനിൽ പോയി, മാഡ്രിഡിൽ പോയി എന്തിന് ഇവരെ ക്ഷണിച്ചു എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു 13 ലക്ഷം രൂപ ചെലവാക്കി മന്ത്രി സ്പെയിനിൽ പോയത് ഈ ഒരു കാര്യത്തിനല്ല എന്ന് ഇപ്പോൾ പറയുമ്പോഴും അന്ന് മന്ത്രി പറഞ്ഞിരുന്നത് സ്പെയിനിൽ പോയി, മാഡ്രിഡിൽ പോയി എഫ് എ അധികൃതരെ കണ്ടു, അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ആധികാരികമായി മന്ത്രി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുകയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ഉറപ്പും ഇല്ലാതെ എന്തുകൊണ്ട് മന്ത്രി ആ പ്രഖ്യാപനം നടത്തി എന്നുള്ളതുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വലിയൊരു ചോദ്യമായി. മാത്രമല്ല മന്ത്രി പറയുന്നത് ആ മാഡ്രിഡിൽ പോയി വന്നതിന് ശേഷം പിന്നീടാണ് ഈ കരാറിലേക്ക് എത്തിയതെന്ന്. പക്ഷേ അന്ന് മാഡ്രിഡിൽ പോയപ്പോഴുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ലിയാൻഡ്രോ പീറ്റേഴ്സണും ഉൾപ്പെടെയുള്ള ഒരു പടം, അതിൽ അർജന്റീനയുടെ ഒരു ജേഴ്സിയിൽ പിറകുവശത്ത് കേരള എന്നും ഇപ്പുറത്തെ മെസ്സി എന്നും ഒക്കെ എഴുതിക്കൊണ്ട് ഒരു കരാർ ഒപ്പിട്ടതിന് ഒരു MOUയിൽ എത്തിയതിന്റെ പൂർണ്ണമായ തെളിവുകളോടുകൂടിയുള്ള ഒരു പടമായിരുന്നു അത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു അതിന് ശേഷമാണ് കരാർ ഒപ്പിട്ടതെന്ന്. അതിലൊരു വസ്തുതാപരമായ മിസ്റ്റേക്ക് ഇല്ലേ? തീർച്ചയായും സൈഫു, അതിലൊരു വസ്തുതാപരമായ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ ആധികാരികമായി തന്നെയാണ് മന്ത്രി അന്ന് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. സ്പെയിനിൽ പോയി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്താൻ അവർ സമ്മതിച്ചു എന്നുൾപ്പെടെ വളരെ ആധികാരികമായി തന്നെയാണ് മന്ത്രി അന്ന് പറഞ്ഞത്. മഞ്ചേരിയിൽ മെസ്സിയെ എത്തിക്കും, അല്ലെങ്കിൽ 72 കോടി രൂപ മുടക്കി സ്റ്റേഡിയം പണിയും, ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഡിയം പ്രാക്ടീസ് പിച്ചായി ഉപയോഗിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പിന്നീട് കളി മാറ്റുന്നു. അങ്ങനെ പലതരത്തിൽ മെസ്സി അർജന്റീന ടീമും കേരളത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഫാൻ ബേസിനെ കുറിച്ചൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ കളിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അവർ ഇങ്ങോട്ട് പ്രകടിപ്പിച്ചു എന്നൊക്കെ ഉൾപ്പെടെ മന്ത്രി വളരെ ആധികാരികമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ എല്ലാം സ്പോൺസറിന്റെ തലയിൽ കെട്ടിവെച്ച് മന്ത്രി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ മെസ്സി കേരളത്തിലേക്ക് എത്തിയാൽ അതിന്റെ ക്രെഡിറ്റ് മന്ത്രിക്കും, മെസ്സി കേരളത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അതിന്റെ എല്ലാ കുറ്റവും റിപ്പോർട്ടർ അല്ലെങ്കിൽ സ്പോൺസറിനും വെച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഈ ഒരു 3 മാസത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മെസ്സിക്ക് ഇനി കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം നമുക്കറിയാം ചൈനയുമായുള്ള ഒരു മത്സരം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ കരാർ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പൈസ അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതീവമായ സംശയമുണ്ട്. കാരണം നേരത്തെ തന്നെ ചൈനയുമായുള്ള മത്സരം ഒക്ടോബറിൽ നിശ്ചയിച്ചിരുന്നു. കാരണം അങ്ങനെ കേരളവുമായ ഒരു കരാർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു മത്സരം ചൈനയുമായി നിശ്ചയിക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നു. ആ ഒരു മത്സരം നേരത്തെ നിശ്ചയിച്ചിരുന്നു. പിന്നീട് സെപ്റ്റംബറിൽ അർജന്റീനയ്ക്ക് ഒരു ലോകകപ്പ് യോഗ്യതാ മത്സരമുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആവുക. അങ്ങനെ നവംബറിലാണെങ്കിൽ അർജന്റീനയ്ക്ക് ആഫ്രിക്കയിലും അതോടൊപ്പം ഏഷ്യയിലും അങ്കോളയിലും ഖത്തറിലും മത്സരങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് വിൻഡോയിലും അർജന്റീനയ്ക്ക് മത്സരങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് ആയതാണ്. പിന്നീടുള്ള മത്സരങ്ങൾ വരുന്നത് അടുത്ത വർഷമാണ്. ആ ഒരു വിൻഡോയിൽ കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. കാരണം ലോകകപ്പ് അടുക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ AFA കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, തിരിച്ച് സ്പോർട്സ് മന്ത്രി AFA കുറ്റപ്പെടുത്തുന്നു. ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കാര്യമായി വഷളായിരിക്കുന്നു. ഇപ്പോഴും പക്ഷേ മെസ്സി വരില്ല അല്ലെങ്കിൽ വരും എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നുമില്ല. അപ്പോൾ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തോ ചില തിരിച്ചടികൾ ഭയന്നുകൊണ്ടാവണം വരില്ല എന്ന് തീർപ്പിലേക്ക് എത്താൻ ഇപ്പോഴും മന്ത്രി വി അബ്ദുറഹ്മാൻ കഴിയാത്തത്. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ AFAയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവും ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.